ഹലോ. അപ്പോൾ പ്രൗഡ് അക്കൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്ന് പറയാൻ പോകുന്നത് ഇൻട്രാഡേ ഓർ സ്വിംഗ് ഓർ ലോങ് ടേം, ഇതിൽ ഏത് ട്രേഡിംഗ് ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യേണ്ടത്, അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ എങ്ങനെയാണ് അത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുക, അതാണ് നമ്മൾ എന്ന് പറയുന്നത്. ഇൻട്രാഡേ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഡെയിലി ട്രേഡ് ചെയ്യുന്നതാണ്. അതായത് ആ ഒരു 2 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ട്രേഡ് ചെയ്യുന്നത്. സ്വിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ ട്രേഡ് അത് ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ്. ലോങ് ടേം എന്ന് പറയുന്നത് മോർ ദാൻ 1 ഇയർ, നമുക്ക് എത്ര വർഷത്തേക്ക് ലോങ് ടേമിലേക്ക് അത് ഹോൾഡ് ചെയ്ത് ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ് ലോങ് ടേം ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് പറ്റിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളത് ചെയ്യേണ്ടത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ, അതായത് നമ്മൾ പ്രോഫിറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു ക്വിക്ക് പ്രോഫിറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു നോർമൽ പ്രോഫിറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു വെൽത്ത് ക്രിയേഷൻ ആണോ, അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ടൈം ഫ്രെയിം സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ റിസ്ക് ടോളറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെ റിസ്ക് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻട്രാഡേ ആണെങ്കിൽ ഹൈ റിസ്ക് ആയിരിക്കും, പക്ഷേ ലോങ് ടൈമിൽ റിസ്ക് താരതമ്യേന വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു റിസ്ക് നിങ്ങൾ എങ്ങനെയാണ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ടൈം കമ്മിറ്റ്മെൻറ്റ്, എങ്ങനെ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് എത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, ഫുൾ ടൈം ട്രേഡിംഗ് ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ടൈം. ഓക്കെ, അതുപോലെ മാർക്കറ്റ് അനാലിസിസ് സ്കിൽ, അതായത് ഇപ്പോൾ ഇൻട്രാഡേ ആണെങ്കിൽ നിങ്ങൾ ഡെയിലി മാർക്കറ്റാണ് അനലൈസ് ചെയ്യുന്നത്. ലോങ് ടേം ആണെങ്കിൽ അത് ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇതാണ് നോക്കേണ്ടത്. അതുപോലെ ട്രേഡിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ് വരുന്നത്, അതായത് നിങ്ങൾ ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ട്രേഡിങ്ങിനും, അതായത് ഇൻട്രാഡേ ആയാലും സ്വിംഗ് ആയാലും ലോങ് ടേം ആയാലും അതിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി വരുന്നത്, അതും നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഇൻട്രാഡേ ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഒരു ദിവസം ആണ് മാക്സിമം. ഗോൾ എന്ന് പറയുന്നത് ക്വിക്ക് പ്രോഫിറ്റ് ആണ്. അപ്പോൾ റിസ്ക്കും ഹൈ ആണ്, പക്ഷേ നമ്മൾ അതിലുള്ള കമ്മിറ്റ്മെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും, പക്ഷേ റിസ്ക് കൂടുതലാണ്. ഇനി സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ ടൈം ഫ്രെയിം വരുന്നത് കുറച്ച് ദിവസങ്ങളോ കുറച്ച് ആഴ്ചകളോ ആയിരിക്കാം. അപ്പോൾ റിസ്ക്കും അതുപോലെ പ്രോഫിറ്റും ഗ്രോത്ത് കുറവാണ്. ഈ ഒരു ഇൻട്രാഡേയുടെ അടുത്ത് പ്രോഫിറ്റ് അത്രയും വരുന്നില്ല, പക്ഷെ അതുപോലെ റിസ്ക്കും മീഡിയം ടു ഹൈ ഒരു ആവറേജ് ആ ഒരു ഇതിലാണ് വരുന്നത്. പക്ഷേ കമ്മിറ്റ്മെൻറ്റ് റെഗുലർ ആയിട്ട് നമ്മൾ ഡെയിലി ആ ഒരു ഇതിൽ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടൈം ഫ്രെയിമും ആ ഒരു പ്രോഫിറ്റിൻ്റെയും അതുപോലെ തന്നെ ടൈമും എല്ലാം വരുന്നത്. ഇനി ലോങ് ടേം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 വർഷത്തിന് മുകളിലാണ്. അപ്പോൾ ലോങ് ടേം അതായത് നമ്മൾ വെൽത്ത് ക്രിയേഷൻ, നമ്മുടെ എമൗണ്ട് ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ വീണ്ടും വെൽത്ത് ക്രിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രോഫിറ്റ് വളരെ ഈ ഒരു ഇൻട്രാഡേനെയും സ്വിങ്ങിനെയും വെച്ച് കുറവായിരിക്കും, പക്ഷേ റിസ്ക്കും അവിടെ വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടോ റെഗുലർ ആയിട്ടോ വാച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഒക്കേഷണലി നമ്മൾ ആ ഒരു മോണിറ്ററിങ് ചെയ്താൽ മതി, ഇടയ്ക്കൊന്ന് പോയി നോക്കുക. അങ്ങനത്തെ ഒരു ഇതാണ് ഈ ലോങ് ടൈമിൽ വരുന്നത്. അപ്പോൾ റിസ്ക് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റും അതനുസരിച്ച് കുറവ് തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് വേറൊരു ജോബിന് പോകുന്നവർ അല്ലെങ്കിൽ വേറൊരു ഇതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അവർക്കൊക്കെ നല്ലതാണ് ഈ ലോങ് ടേം. ഫുൾ ടൈം ട്രേഡേഴ്സ് കൂടുതലും ഈ ഒരു ഇൻട്രാഡേയും സ്വിംഗ് ആയിരിക്കും കൂടുതലും ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ടൈമും നിങ്ങൾ എങ്ങനെയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇൻട്രാഡേ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്യാപിറ്റൽ മതി, പക്ഷേ ലോങ് ടേം ആകുമ്പോൾ നല്ല ക്യാപിറ്റൽ വേണം. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലോങ് ടേം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നാളത്തേക്കായാലും ചെയ്യാൻ പറ്റും. ഏത് ട്രേഡ് ആയാലും, ഇപ്പോൾ ഇൻട്രാഡേ ആയാലും 1 ദിവസത്തിന് മേലെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. എല്ലാം ഇപ്പോൾ സ്വിംഗ് ആണെങ്കിലും ഇപ്പോൾ 1 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മേടിച്ച് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതെല്ലാം കറക്റ്റായ രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അതായത് ശ്രദ്ധിക്കുക. കാരണം ഒരു കമൻറ്റ് വന്നിരുന്നു സ്വിംഗ് ഡെയിലി ചെയ്യാനായിട്ട് പറ്റും. സ്വിംഗ് ഡെയിലി ചെയ്യാനായിട്ട് പറ്റും, ഇൻട്രാഡേ ഒരാഴ്ച വരെ ഹോൾഡ് ചെയ്യാനും പറ്റും. പക്ഷേ അതെല്ലാം പ്രോഫിറ്റ് കൂടാനും ലോസ് കൂടാനും ഒക്കെ സാധ്യത ഉണ്ട്. ലോസ് കൂടാൻ ഇപ്പോൾ ഇൻട്രാഡേ കൂടുതൽ ഹോൾഡ് ചെയ്യും തോറും ലോസ് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ എപ്പോഴും അത് അതിൻ്റേതായ രീതിയിലാണ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട്, അതായത് ട്രേഡിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ടാക്സ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ പറ്റി വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക. വേഗം ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.